ഹായ് ഹായ്. ഞങ്ങൾ ഇന്നൊരു അമ്പലത്തിലാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ അതിഥികളെന്ന് പറയുന്നത് വാനരന്മാരാണ്. കുരങ്ങന്മാർ അന്തേവാസികളായിട്ടൊരു അമ്പലം. അത് നമ്മുടെ ചെങ്ങന്നൂർ ജില്ലയിലുണ്ട്. അവിടെയാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. ഇവിടുത്തെ ഐതിഹ്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇതാണ് ആ അമ്പലം, വള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. നല്ലൊരു തണലൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള അമ്പലമാണ്. അല്ല അതൊരു കാമൻ കോയറ്റ്, നല്ലൊരു ഭംഗിയുണ്ട്. സൈഡിൽ രണ്ടിടത്തും നല്ല കാടുകളാണ്. നല്ല രാത്രിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ഒരു ഫീൽ ആണ്. നമ്മൾ ഇത്ര നേരം വെയിലത്ത് റോഡിൽ കൂടെ ട്രാവൽ ചെയ്ത് വന്നിട്ട് പിന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. ഇങ്ങനെ ഫുള്ള് കാടാട്ടോ. ഇങ്ങനെ നമ്മൾ ചുറ്റും ഇവിടെയൊക്കെ നല്ല വള്ളികളും ഇങ്ങനെ സൈഡിലൊക്കെ നല്ല കാടാ. നമ്മുടെ ചെങ്ങന്നൂർ ജില്ലയിലെ വള്ളിക്കാവ് എന്നുള്ള സ്ഥലത്താണ്. ഇവിടുത്തെ അന്തേവാസികൾ എന്ന് പറയുന്നത് വാനരന്മാരാണ്. വാനരന്മാർക്ക് ഫുള്ള് നമ്മളിപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. എല്ലായിടത്തും അവിടെ കുരങ്ങന്മാരാണ്. തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് പിള്ളേരല്ലേ. നോക്കാം. ഇതാണ്, ഇങ്ങനെയാണ് പടികൾ വരുന്നത്. ഇങ്ങോട്ടൊക്കെ അമ്പലമുണ്ട്. ഭംഗി ഇതുണ്ട്. ഇങ്ങോട്ടൊക്കെ അമ്പലങ്ങളൊക്കെ ഉണ്ടോ? അമ്പലം ഫുള്ള് കാട് ഒക്കെ ആയിട്ടാണ്. നമുക്ക് കാണാം ഇവിടെ നിന്ന് കുരങ്ങന്മാർക്കൊക്കെ തീറ്റ കൊടുക്കാം. എന്താ അതിനായിട്ടൊക്കെ ഇതായിട്ടുള്ള സ്ഥലമാണ്. ഫസ്റ്റ് മുകളിൽ തന്നെ ഒരു കുരങ്ങനുണ്ട്, ചെറിയൊരു കുരങ്ങൻ. അതെ, നോക്കുന്നുണ്ട്. അണലെന്തോണ്ട് ചവക്കോ ഇഷ്ടംപോലെ ഉണ്ട്. ചാടി ഇവിടെ എത്തി. ആള് ചാടി ഇവിടെ വന്നു. മൊബൈലൊക്കെ തട്ടിപ്പിടിച്ചോണ്ട് ഓടുക. എന്തോ കഴിച്ചോണ്ടിരിക്കുക. ഇവിടെ വാനരപുരയാണ് കേട്ടത്. വാനരപുര ബിസ്ക്കറ്റ് കൊടുക്കുക. ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ എല്ലാരും ഭക്ഷണം കൊടുക്കലേ മേടിച്ച് കഴിച്ചോളൂ. ബിസ്ക്കറ്റ് കഴിക്കുന്നേ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. തീറ്റ കൊടുക്കും. എല്ലാരും ബിസ്ക്കറ്റ് കഴിക്കാം. അവിടെ ഉണ്ട്. ഭയങ്കര കാലാവസ്ഥ അല്ലേ, ഒരു അടിപൊളി കാലാവസ്ഥ. നല്ലൊരു ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയൊക്കെ വലിയ വലിയ വാനരന്മാരിപ്പുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം കൂടി ക്രൗഡായി. ബിസ്ക്കറ്റ് കൊടുക്കുന്ന എല്ലാരും വരുന്നുണ്ട് ഓടി ഓടി. ഒരു കൊച്ചു കുരങ്ങ്. ഇവിടെ കുഞ്ഞുങ്ങളാണ് മൊത്തം. അങ്ങോട്ട് കൂടുതൽ പോയാൽ നമ്മൾ ചിലപ്പോൾ മരത്തിന്റെ മേളിൽ ഫുള്ളുണ്ട് കേട്ടോ. ഇറങ്ങി വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ വാനരന്മാരാണ് ഫുള്ളുള്ളത്. കുരങ്ങന്മാര് ഇഷ്ടംപോലുള്ളൊരു അമ്പലം ഇതാണ്. ആളുകൾക്ക് ഇങ്ങനെ തീറ്റയൊക്കെ കൊടുക്കാം. ഇങ്ങനെയൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ അവരുടെ കയ്യിലൊക്കെ വന്ന് മേടിക്കും. ഇങ്ങനെ നമുക്ക് തീറ്റയൊക്കെ കൊടുക്കാം. എന്താ പുറകില് പേടിക്കണ്ട. കുരങ്ങൻ കുഞ്ഞിനെ കണ്ടു. ആ ഒരു കൊച്ചു കുരങ്ങനുണ്ട്. അത് പേടിച്ചിട്ടാണ് വരുന്നത്. ഒരുപാടുണ്ട്. ഓട്ടോ കേട്ടോ, എല്ലാം ഓട്ടോ. ചെറുതുങ്ങളൊക്കെ ഓടുന്ന ഓട്ടോ. വലിയ കുരങ്ങൻ. തീറ്റ കൊടുക്കാം. ഒരു കുഞ്ഞു കുരങ്ങൻ. നേർച്ച എങ്ങനെയാണ്?
അല്ല ഇങ്ങനെ നമുക്ക് തീറ്റയെ കൊടുക്കണ്ട. നിങ്ങൾ വരും ഒരുപാട്. നമുക്കിങ്ങനെ ഇത് തീരെ കുഞ്ഞു വേണം. കൈ അവൻ വായിൽ അടുക്കി പിടിച്ചിരിക്കട്ടാ. അത് പിന്നെ പിന്നെ മേടിക്കുക. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഫാമിലിയാണ്, ഫുൾ ഫാമിലി. കുഞ്ഞെ ഓടി വരുന്നുണ്ടോ? അവൻ ഇത്തിരി അലമ്പാണ്. അതുകൊണ്ട് നേരെ നമുക്ക് ഫോൺ അടുപ്പിച്ചുകൊണ്ട് പോകാൻ ചിലപ്പോൾ തട്ടിപ്പിടിച്ചുകൊണ്ട് ഓടുക. നിങ്ങളെല്ലാം ഇതാണ് 50-50 ബിസ്ക്കറ്റാ കഴിക്കുന്ന. ഇവിടെ എല്ലാം ചുറ്റും, ഞങ്ങളുടെ ചുറ്റുമുണ്ട് കുരങ്ങന്മാര്. വാനരപ്പുര. ഇവിടെയാണ് നിങ്ങൾക്കുള്ള തീറ്റയൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട്. നിറച്ചും പഴക്കൊലയൊക്കെ തിന്ന് ഫുള്ള് വയറ് കാരണം എണ്ണന്മാരെല്ലാം മരത്തിൽ കയറി ഇരിക്കുക. ഇവിടെ എല്ലാം ഇങ്ങനെ ഇവിടെയാണ് ഇവർക്ക് തീറ്റ കൊടുക്കുന്നത്. ആ മരം പോയിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. എന്ത് മരം ഫുള്ള് ഇങ്ങനെ. ആലാണോ? ആലല്ല, പ്രാവൊക്കെ ഉണ്ട്. നല്ലൊരു വിളിച്ചു നോക്കാം ആംബിയൻസ് ആണ് അല്ലെ. ഈ അമ്പലത്തിന് പ്രത്യേകത കൊടിമരം ഇല്ലാത്ത അമ്പലം. അതെ, കൊടിമരം ഇല്ല. പിന്നെ കുംഭമാസത്തെ ഉത്സവം, 2 ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞു. കന്നിമാസത്തിലും കുംഭമാസത്തിലാണ് പറയുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ആണ്. എന്തായാലും ചെങ്ങന്നൂർ ഭാഗത്തുനിന്ന് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരല്ല, പുറത്തുള്ളവരൊക്കെ ഇതിൽ വരുവാണെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് കയറി നോക്കുക. നല്ല സമാധാനമായിട്ട് കയറി നമുക്ക് കണ്ടിട്ട് പോകാൻ പറ്റുന്നൊരു നല്ലൊരു അന്തരീക്ഷം. മൈൻഡ് നല്ല റിഫ്രഷ് ആവുന്നൊരു അന്തരീക്ഷമാണ്. നിറച്ചും മരങ്ങളും മാനുഷന്മാരും. ഇതിനകത്തൊക്കെ കുരങ്ങന്മാരാണ്, ഇതിനകത്ത് മാരന്മാരാണ്. ഈ ഒരു ഇതിനകത്തോട്ട് മൊത്തം ഇതാണ്. അവിടെ ചെറിയ അമ്പലമുണ്ട് അല്ലേ? ഈ സൈഡിലോട്ടൊക്കെ അമ്പലമുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ അമ്പലമുണ്ട്. അകത്തോട്ടൊക്കെ ഇങ്ങനെ ഇതുണ്ട്. ഫുള്ള് ഇവിടെ എല്ലാം ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കാട് പോലെ ഫുള്ള് മരങ്ങളാണ്. പള്ളി ശരിയാക്കില്ലേ, ഫുള്ള് പള്ളികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു തണുപ്പുണ്ട് ഇതിനകത്ത്. ഇതൊരു അമ്പലമാണ്. ഞങ്ങള് വെച്ച് വിളിച്ചോണ്ടിരിക്കുക. നേരായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് കണ്ടോ മരുന്ന്? അവിടെ നിന്ന് വന്നോണ്ടിരിക്കുക. കുഞ്ഞുങ്ങളും അച്ഛനും എല്ലാം വരുന്നുണ്ട്. കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വരട്ടെ നോക്കിയിരിക്കും. ഇച്ചിരി മാറി ചെയ്യാം ബാക്കിലോട്ട് വന്ന് കണ്ട് നോക്ക് വരാം. ഇങ്ങനെ കൊണ്ട് കൊടുക്കാം. ഇവിടെ തന്നെ ഇവിടെ ഇട്ട് കൊടുക്ക്. ഇവിടെ എല്ലാം ഇട്ട് കൊടുത്തതാണ്. സാധനം വന്നില്ല. അവന്മാരെ അവിടെ മാറിയിരിക്കുകയാണ്. അവിടെ കൊണ്ട് കൊടുക്കാം. ബിസ്ക്കറ്റ് പിറക്കലാണ്. ഇവിടെ ബിസ്ക്കറ്റ് പിറക്കൽ മത്സരമാണ് നടക്കുന്നത്. ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് കൊടുക്കാം. വാ ഇങ്ങോട്ട് വാ. നിറച്ചുകൊണ്ട് കേട്ടോ ഞങ്ങള്. വാ ഇവിടെ ബിസ്ക്കറ്റ് അപ്പുറത്തെ കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വന്നതാണ്. തൊട്ടപ്പുറത്ത് കടയുണ്ട് കേട്ടോ. വരുന്നവർക്ക് ബിസ്ക്കറ്റ് വായിച്ചോ. ഈ കൊച്ചു കുരങ്ങനെയുള്ള ഇവിടെ ഉണ്ട്. കഴിക്കൂ. നിറച്ചുണ്ട് കേട്ടോ. അല്ല കൈന്നൊക്കെ അവിടെ നിന്ന് മേടിച്ചോണ്ടു. ഇനി ആരാ കഴിക്കാനുള്ള? അതേണ്ടൊരു കുഞ്ഞു കുരങ്ങൻ. ഇതാ തീരെപ്പൊടി കേട്ടോ. തീരെപ്പൊടി കയറിപ്പോയി വായിച്ചിട്ട് കയറിപ്പോയി. നിന്റെ ഇല്ലേ, നിനക്ക് ഇഷ്ടം പോലെ ഉണ്ട്.
നിന്റെ കയ്യിലുണ്ട്, നിന്റെ അണയിലുണ്ട്, നിന്റെ കാലിലുണ്ട്, കയ്യിലുണ്ട്. അടുക്കി പിടിച്ച് വെച്ചേക്കോ. ഇവിടെ ഒരു ആ ഒരു കുഞ്ഞിക്കുഞ്ഞ് ഇരിപ്പുണ്ട്. അതേ കൊടുക്കും. അതിന്റെ ഉണ്ട്. ക്യാമറ കണ്ട് പാവം പേടിച്ച് പോവാണ്. ഇറങ്ങി വരുന്നുണ്ട് ഒരാള്. ഓടി. ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ. അവിടെ നടയിലൊക്കെ ഉണ്ട്. നീ എന്തിനാ പേടിക്കുന്നില്ലടാ? നമുക്ക് ഇങ്ങോട്ട് വരുത്താം. വാ, ഇവിടെ നിൽക്കാം, നമുക്ക് നോക്കാം. എല്ലാവരും കൂടെ താഴത്തേക്ക് വരുമോ നോക്കാം. പട പോലെ വരുന്നുണ്ട്. നീ എന്താണ് രക്തചന്ദനം വെച്ചേക്കോ? നീ രക്തചന്ദനൊക്കെ തേച്ചിട്ടിരിക്കട്ടാ. നീ രക്തചന്ദനം തേച്ചിട്ടിരിക്കും. ഇത് ഫീമെയിൽ ആട്ടാ. കഴിച്ചിട്ടോ മതി. ഇത് എവിടുന്ന 50-50 ക്രാക്ക് ജാക്ക്. എന്താ ആലോ റൂട്ട്? അവൻ ഡേഞ്ചറാ. ഫീമെയിലാ. പുറത്ത് മുഖത്തും തൊക്കെ ഇട്ടിട്ടുണ്ട് വെളുക്കാൻ. അടുത്ത നല്ല രസമാണ്ടാ. പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളോടൊന്നും മാറത്തില്ല. അത് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ വന്നപ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ കൊടുത്തിരിക്കാൻ. ഇത് നമ്മള് മേളിൽ നോക്കിയതേ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുക കേട്ടോ. അടുത്തൊരു ഫീമെയിൽ. നീ എന്നെ പേടിക്കുന്നുണ്ടോ? ഞാൻ വെറും പാവാ. പേടി മാറി. നിന്റെ ബിസ്ക്കറ്റ് ഉണ്ടോ? കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. തീർന്നോ? കുഞ്ഞിപ്പെണ്ണ്. അതിന് ഞാൻ കൊടുക്കാം. കുഞ്ഞിക്കുരാനോ? കുഞ്ഞ് കൂടി നിറച്ച് കിട്ടണോട്ടാ. അതെ, കൂടി കയറി. അടിപൊളിയാണ് കേട്ടാ. നമുക്ക് ഇങ്ങനെ അടുത്തുനിന്നേ കൊടുക്കാം. നിങ്ങൾ പേടിക്കുന്നുണ്ടോ? ഞാൻ പാവോ. ഒരാൾ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്, അവിടെ നോക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരാനായിട്ട് പേടിയാട്ടാ. അവിടെ ചിപ്പുണ്ട്. ഇതുണ്ടാടാ, ഇത് എടുത്ത് എടാ. എന്നാ അത് കഴിക്കും. നീ കുഞ്ഞ കഴിച്ച് വളരൂ. ഇതെണ്ടാ ഒരു ഈ കാരണം വരും. ഇതിന് ഒരു കൈ ഇല്ലടാ. ഇതണ്ടടാ ഇതിന് കൈയില്ല, ഒരു കൈ ഇല്ലാത്ത. ഇത് പ്രായമുള്ള അപകടം പറ്റിയാണോ എന്താ അറിയില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. കൈയില്ല, ഒരു കൈയില്ല. അതാണൊക്കെ തന്നെ ഈ അത് വേണ്ടെന്ന് തോന്നട്ടെ. താല്പര്യമില്ല. എന്താണ് അത് തിന്നു? അത് തന്നെ. ഇത് പകുതി അവിടെ ഇട്ട് കടിച്ചിട്ട് പകുതി അവിടെ ഇട്ടിട്ട് പിന്നെ അടുത്തോട്ട് വന്നു. എന്താണെന്നറിയില്ല. അടുത്തത് ഫാമിലി ആയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്നേ. ബ്യൂട്ടി പാർലർ കുഞ്ഞു കുരങ്ങളെ രക്തേന്ദ്രമായിട്ട് കളിപ്പിക്കാൻ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. കുഞ്ഞു കുരങ്ങൻ എന്നാ പേടിക്കണ്ട. കുഞ്ഞു കുരങ്ങൻ. കമ്പൊക്കെ ഓടിച്ചിട്ട് നല്ല തലമുണ്ടക്ക്. ഇത് മേളിൽ നിന്ന് വരുന്നിരിക്കുക. ഇപ്പം ബിസ്ക്കറ്റ് വേണം, പക്ഷെ താഴത്തോട്ട് വരാൻ പേടിയോ. അതെ, അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഗ്രൂപ്പായിട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കണം. അപ്പുറത്തെല്ലാം നിറച്ചുകൊണ്ട് താഴെ വന്നിട്ടുണ്ട് ഒരാളെ. കുഞ്ഞിക്കളെ അണ്ണാനൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് കുഞ്ഞാപ്പിക്ക് കൊടുക്കാം. കുഞ്ഞാപ്പി കഴിക്കുന്നുണ്ട്. അല്ല, കുഞ്ഞാപ്പി മേടിച്ചണ്ട. ഇവന്മാരുടെ അമ്മയാട്ടോ അത്.
3 കുഞ്ഞുങ്ങളും ഒരു അമ്മയും. അമ്മയെ കയറി പോകുന്നതേ. നിറച്ചുണ്ട്, അവിടെയൊക്കെ നിറച്ചുണ്ട്. അതൊക്കെ ഇറങ്ങി വരുന്നു പറയുന്നത് വേണ്ട. മേളിലും താഴേക്കായിട്ട് ഇരിപ്പുണ്ട്. വേണ്ടേ ഇവിടെ ഒരു സാധനം തീർന്നു. നമുക്ക് ബാക്കിലോട്ട് ഒതുക്കെ വലിയ. ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അവിടെ കണ്ട വാനരപുര. അവിടെ അതിന്റെ മേളിലൊക്കെ ഇരിപ്പുണ്ട്. അവിടെയാണ് എല്ലാരും കൊണ്ട് കുറച്ച് നമ്മുടെ അണ്ണൻ കുറച്ച് പഴമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് പഴം കൊടുക്കാം. അതേ വാങ്ങിച്ചോളൂ. ആഹാ, പഴം കഴിക്കുന്നു നോക്കട്ടെ. അതുകൊണ്ട് പോകണം. അടുത്തത് ഇവൻ കഴിക്കോ? നീ കഴിക്കോ? പഴം കഴിക്കാറായോ? ഒരു പഴം നീ പഴം കഴിക്കാറായിരുന്നോ? വിളിച്ചു കഴിക്കാൻ നോക്കട്ടെ. അതുപോലെ ഓടും. കുഞ്ഞാപ്പി ഇതൊരു ഗുണ്ടുമണിയായിരുന്നു. കുഞ്ഞാപ്പി കൊടുക്കണം. ഇതാണ്ടാ ഒരു ഗുണ്ടുമണി. ഗുണ്ടുമണി. ഇവൻ കൂട്ടത്തില് എവിടെയായിരുന്നു? ഹലോ മിസ്റ്റർ, എവിടെയായിരുന്നു? അവൻ തിന്നുന്നുണ്ട. അവൻ പൊളിയാട്ടോ. അവനെ നമ്മളെ കാണിച്ചു തന്നെ എങ്ങനെയാണ് പഴം കഴിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കടാ. കുഞ്ഞു പിള്ളേർ നീ പഴം കഴിക്കാറായില്ല. അതേ നീ തട്ടല്. നീ എന്നെ അടി കാണിക്കും. വലിയവരൊക്കെ മാറി നിൽക്കും. കുഞ്ഞു പിള്ളേർ കടന്നു വരും. ഇടി വെക്കരുത്. അക്രമം. മേളിൽ നിന്ന് പഴത്തിന് എറിഞ്ഞത് എന്റെ മേത്തിട്ട് എറിഞ്ഞത്. പഴം മതി എന്റെ കൈകിട്ട് എറിഞ്ഞ. ബിസ്ക്കറ്റ്, പിള്ളേർക്ക് ബിസ്ക്കറ്റ്. പഴം വേണ്ടെന്ന് തോന്നട്ടാ മതി. നീ മേളിലൊക്കെ ഇരിപ്പുണ്ട്. കുഞ്ഞാപ്പി കൊടുക്കാം. കുഞ്ഞാപ്പിയുടെ കയ്യിൽ നിന്ന് പോയതാ പഴം. ഇന്നോ കഴിച്ചോ. കഴിച്ചോ. അടുത്ത് ഇത് കൊടുക്കുമ്പോ നീ ഇതിനകത്ത് മേടിക്കാൻ വന്നിട്ടുണ്ടോ? നിനക്ക് എന്നാടാ? നീ പ്രായത്തിൽ മൂത്തല്ലേ? കൊച്ചുങ്ങൾ കഴിക്കട്ടെ, വളരട്ടെ, കുഞ്ഞുങ്ങൾ വളരട്ടെ. ഇതിന് കൊടുക്കട്ടെ. അവൻ ചാടി പിടിക്കും. വേണ്ടേ? ഹലോ, വേണ്ടാ. അതെവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം. നല്ല ഇതാണ് കേട്ടാ. ഇത്ര ഇതായില്ല. ഫുള്ള് ഒരുപാട് ടെൻഷൻ ഫ്രീ ആകാം നമ്മൾ അല്ലേ. റിലാക്സ് ആയി. കുറച്ച് പഴം കൂടെ സംഭരിച്ചിട്ട് വരാം. ഇത് വയ്ക്കടാ. നമുക്ക് ആദ്യക്കാരനാ. ഇവിടെ മരത്തിലൊന്നും കയറുന്നില്ല. ഗ്രില്ല് ഷീറ്റിന്റെ പുറം ഒക്കെ ആയിട്ട് കറങ്ങി കിടക്കുക. അതെ, പുറകെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇറങ്ങി തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അകന്നപ്പോഴത്തേക്കും പുറകെ വരുന്നുണ്ട് കേട്ടോ. കഴിക്കാം. അടുത്ത ഇത് ഫാമിലിയാ. ഇവന് കൊടുത്തില്ലെങ്കിൽ ഇവരെ ആർക്കും കൊടുക്കാൻ സമ്മതിക്കത്തില്ല. എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തുടങ്ങി. ഇവന് ആദ്യം കൊടുക്കണം. ഇവന് ആദ്യം കൊടുത്തില്ലെങ്കിൽ പിള്ളേർക്ക് കൊടുക്കത്തില്ല. ഇതും കൊണ്ട് മൂന്നേക്കുത്തി വീഴും. നല്ല വെയിറ്റ് ചെയ്യുന്നു. കണ്ട താഴെ പോയി. നിനക്കൊക്കെ പറ്റുന്നതേ മേടിക്കാവുള്ളൂ. നീ പേടിക്കണ്ട. ഇവിടെ ഒരു കൂട്ടത്തില് പ്രായമുള്ളവരാ. ശേഖരിച്ചു. ഞങ്ങള് ഉച്ചഭക്ഷണം കൊടുക്കുകയാണ് അവർക്ക്. ഞങ്ങള് പട്ടിണിയാണെങ്കിൽ നിങ്ങൾ കഴിക്കണം. ഇഷ്ടം പോലെ കേട്ടോ. ഞങ്ങളെ പുറകില് മുകളിലൊക്കെ ഇഷ്ടം പോലെ. ഞാനിവിടെ മങ്കി വിത്ത് എൻ്റെ കൂടെ മീറ്റ് മിസ്റ്റർ എൻ്റെ ന്യൂ ഫ്രണ്ടാണ്. ഒരു ഹായ് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ഇവരോട് പറയാം. ചാനലാണെന്ന് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് ചെയ്യണം. ഫാൻസ് ഞങ്ങളുടെ ചാനലിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്യണം. എവിടെയാടാ മക്കളെ പറ. ഫുള്ള് കുരങ്ങന്മാര. ഇത് ഒരു 3-4 തലമുറയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാരും കഴിച്ചോ? എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാം കേട്ടോ. നോക്കിയേ,
ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് ഫുള്ള് എന്താ മരത്തിൻ്റെ നിൽപ്പണ്ട. എൻ്റെ ഇല്ല, തീർന്നു. ഞാൻ നോക്കട്ടെ, എവിടെ നിന്ന് ഒപ്പിച്ചോണ്ട് വരാം. ഇവിടെയാണ് പഴങ്ങളൊക്കെ കൊണ്ട് ആളുകൾ നിൽക്കുന്നത്. ചേട്ടാ വെള്ളം കുടിക്കുന്നുണ്ടോ? അത് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് ദാഹിച്ചിട്ട്, ചൂടല്ലേ. ഒരു പഴം കൂടെ കഴിക്കും. കഴിച്ചോ. പഴം പഴം വേണ്ട, ഇഷ്ടപ്പെട്ടില്ല. പഴം വെള്ളം കഴിച്ച് വെള്ളം വയറ് കുടിച്ചിട്ട് നിറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ തോന്നും. വെള്ളം കുടിക്കുക, പഴം കഴിക്കുക. എന്നാടോ വേണ്ടേ? പഴം. മിസ്റ്റർ, ഹലോ. തലയുടെ മുകളിൽ ഇരിപ്പുണ്ട്, ഒരാളെല്ലാം മേളിൽ നിന്ന് കാണുന്നുണ്ട്. ഇവിടെ വെളുക്കാൻ വേണ്ടി എക്സാം വെച്ചേക്കോ. അടുത്തൊരു വെള്ളം കുടിക്കുന്നു. ഇവിടെ ഇവർക്ക് ജീവിക്കാനുള്ള എല്ലാ അന്തരീക്ഷങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നല്ല അന്തരീക്ഷം. താങ്കൾക്ക് പഴം വേണം? കൂടുതൽ കുമാർ ഇവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഓടിച്ചാണ് നടക്കുന്നത്. ഇഷ്ടംപോലെ മരങ്ങൾ, ആഹാര സാധനങ്ങളാണെങ്കിലും ഒരുപാട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അനേകം വാനരസമ്പത്തുള്ളൊരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള വാനരന്മാരാണ് ഇവിടെ. മനുഷ്യരെ ഉപദ്രവിക്കുകയൊന്നുമില്ല, മനുഷ്യരുമായിട്ട് ഇണങ്ങി കഴിയുന്ന കാഴ്ച വളരെ ആനന്ദദായകരമായ ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഭഗവതിക്ക് ഏറ്റവും പ്രിയമാണ് ഈ വാനരന്മാർക്ക് വാനരകൂട്ട് വഴിപാട് നടത്തുന്നത്. ഓരോ ഉദ്യോഗാർത്ഥികളും പല ആവശ്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതിയുടെ തിരുമുമ്പിൽ വന്ന് ഇവർക്ക് വാനരകൂട്ട് വഴിപാട് നടത്താറുണ്ട്. ഒരു പ്രത്യേക വഴിപാട് തന്നെ ആയിട്ടാണ് അതിനെ കണക്കാക്കി പോരുന്നത്. നമസ്കാരം. ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ ഇതിന്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താണ് ഇവിടുത്തെ? നമ്മൾ നിൽക്കുന്നത് ഇലഞ്ഞിമലയുള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലാണ്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ ശബരിമല റോഡിൽ, അതായത് മാവേലിക്കരയ്ക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്കുള്ള ഒരു 10 ഏക്കർ വനഭൂമിയോട് ചേർന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത, എന്നാൽ പുരുഷന്മാർ പ്രവേശിച്ചാൽ നടയടച്ചിട്ട് അകത്തൊരു വിളക്ക് മാത്രം കാണുന്നു, അകത്തെ ശ്രീകോവിൽ അടച്ചിട്ടാണ് പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രം. ഇതുപോലൊരു ക്ഷേത്രം ചിലപ്പം നമ്മുടെ ഈ ലോകത്ത് തന്നെ ഉണ്ടാകുമെന്നറിയില്ല. ഇങ്ങനെയുള്ളതിന് യാതൊരു പരാതികളും ആർക്കുമില്ല. കാര്യം ഞങ്ങൾക്ക് അത് മതി, ഞങ്ങളുടെ ഭഗവതി ഞങ്ങളുടെ മുമ്പിൽ വരും എന്നുള്ളതാണ് ഇവിടുത്തെ സങ്കല്പം. ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിന്റെ പ്രധാന ഉത്സവം 2 ഉത്സവങ്ങളാണ്. ഒന്ന് കുംഭമാസം 1-ാം തീയതി കൊടിയേറി, ആ കുംഭമാസം 1-ാം തീയതി മുതൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. ആ ഉത്സവത്തിന്റെ അതായത് കുംഭം 1 മുതൽ തുടങ്ങുന്ന മലയാള മാസത്തിൽ എത്ര വെള്ളിയാഴ്ചകളുണ്ടോ അവസാനത്തെ വെള്ളിയാഴ്ച കച്ചേറോട് സമാപിക്കും. കച്ചേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിക നിഗ്രഹത്തിന് ശേഷം ഭഗവതി കുടൽമാല വലിച്ചെറിഞ്ഞു എന്ന സങ്കല്പത്തില് ഭക്തജനങ്ങള് അവരവരുടെ കഷ്ടതകളും ബാക്കിയുള്ളതും എല്ലാം മാറ്റാൻ വേണ്ടി ഭഗവതിയുടെ മുമ്പിൽ കച്ച സമർപ്പിക്കും. എന്നിട്ട് ആ കച്ച നമ്മളിത് വലിച്ചെറിയും. ഈ സമയത്ത് വരുന്നത് ഏറ്റവും കൂടുതൽ ഭക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഗുണോപകാരപ്രദമാണ്. അതുപോലെ തന്നെ ഈ സർവ്വ ദുരിതത്തിനും ആ ഒരു വഴിപാട് നടത്തുന്നതോടെ ഏറ്റവും വലിയ ഗുണമുണ്ടാകും. ദുരിതം മാറി ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ബഹുമാനായ നമ്മുടെ സെക്രട്ടറി ഗംഗാധരൻ ചേട്ടൻ സംസാരിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു പ്രത്യേകിച്ച് പറയാനുള്ളത്, മറ്റ് ക്ഷേത്രങ്ങളെയെല്ലാം അപേക്ഷിച്ച് വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളാണ് ഇവിടെ ഉള്ളത്. സ്ത്രീകൾ പ്രവേശിക്കത്തില്ല, പുരുഷന്മാർ കയറിയ ദർശനം കണ്ട് തൊഴാൻ പറ്റത്തില്ല, ആന കയറത്തില്ല, കൊടി കയറത്തില്ല, ദിവസവും പൂജയില്ല. ഈ 2 ക്ഷേത്രമാണ്. ഒരു ക്ഷേത്ര കമ്പൗണ്ടിനുള്ളിൽ ഉഗ്രഭാവത്തിലും ശാന്തഭാവത്തിലുമുള്ള 2 ക്ഷേത്രമാണ്. അത് വടക്കേക്കാവെന്നും തെക്കേക്കാവെന്നും അറിയപ്പെടുന്നു. എന്നാൽ സ്ത്രീകൾ പ്രവേശനമുണ്ട്, പുരുഷന്മാർക്ക് ദർശനമുണ്ട്. ഇതെല്ലാം തെക്കേക്കാവിലുണ്ട്, വടക്കേക്കാവിൽ ഇതില്ല. ദിവസവും പൂജയില്ല. വെള്ളി, ചൊവ്വ, ഞായർ ദിവസങ്ങളിലെ മലയാള മാസം 1-ാം തീയതിയാണ് വടക്കേക്കാവിലെ പൂജ എന്ന് പറയുന്നത്.
പ്രത്യേകിച്ച് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് കച്ചകേറ് നടത്തുന്ന ലോകത്തിലെ ഏക ക്ഷേത്രം എന്നൊരു പ്രശസ്തി നമ്മുടെ ഈ ക്ഷേത്രത്തിലുണ്ട്. വർഷത്തിൽ 2 ഉത്സവമാണുള്ളത്. അത് ചിങ്ങമാസത്തിലെ ചതയത്തിന് കൊടിയേറി 14-ാമത്തെ ദിവസം മകത്തിന് മകമെഴുന്നള്ളത്തോടു കൂടി തീരുന്ന ഒരു ഉത്സവവും അതോടനുബന്ധിച്ച് സപ്താഹയജ്ഞവുമുണ്ട്. പിന്നെ കുംഭമാസം 1-ാം തീയതി കൊടിയേറി അവസാനത്തെ വെള്ളിയാഴ്ച കച്ചയേറോടുകൂടി കൊടിയിറക്ക് നടക്കുന്ന ക്ഷേത്രവും ഇത് തന്നെയാണ്. വളരെ വിഭിന്നമായ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങൾ. ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സമർപ്പണം പുനരുദ്ധാരണം ചെയ്ത് പുതിയ ക്ഷേത്രം പണിഞ്ഞ് സമർപ്പിച്ചിട്ട് ഈ വരുന്ന ഫെബ്രുവരി 7-ാം തീയതി ഒരു വർഷമേ ആകുന്നുള്ളൂ. അനേകായിരം ഭക്തജനങ്ങൾ നിത്യവും ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട്. അഭീഷ്ടവരപ്രദായനിയാണ് ഭഗവതി എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ കുംഭമാസത്തിൽ 1-ാം തീയതി കൊടിയേറി കഴിഞ്ഞാൽ തിരുവുത്സവത്തിന്റെ ഭാഗ്യമായി 6 കരകളിലേക്ക് ജീവിതയിൽ അമ്മയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയി അൻപിൽ നടത്താറുണ്ട്. അതൊക്കെ വളരെ വിശേഷമായി തീർന്ന ചടങ്ങാണ്. എല്ലാ വർഷവും കുംഭമാസം 1-ാം തീയതി വൈകിട്ട് കൊടിയേറ്റും, രാവിലെ പൊങ്കാല മഹോത്സവമുണ്ട്. അത്രയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. വളരെ നന്ദി. ശരി, നമസ്കാരം. അപ്പം ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങുക. അതെ, നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ അമ്പലം കേട്ടോ. എല്ലാരും വരണം. നല്ലൊരു ശരിക്കും റിലാക്സ് അല്ലേ? അതെ, മനസ്സിലൊക്കെ നല്ലൊരു സമാധാനമൊക്കെ ഉണ്ട്. കാരണം അന്തരീക്ഷം അതുപോലെയാണ് കേട്ടോ. ആളുകളും എല്ലാം ഇവിടുത്തെ ആൾക്കാരും ഒക്കെ നല്ല സഹകരണം. നല്ല ശക്തിയുള്ളൊരു ദേവിയാന്ന് പറഞ്ഞു. അറിയാത്ത കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി, പറഞ്ഞു തന്നു. എന്തായാലും ഞങ്ങൾ ഇറങ്ങുവാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. അതെ, ചാനലിന്റെ പേര് അറിയാലോ, എവരിഡേ എസ്കേപ്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.